ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് കെ.എസ്.യുവിന്റെ മാർച്ച് തത്സമയം. മനുഷ്യരക്തം കുടിക്കുന്നവളെ നിങ്ങൾക്കിനിയും മാപ്പില്ല. വീണ ജോർജ് രാക്ഷസി, മനുഷ്യരക്തം കുടിക്കുന്നവളെ, ഇല്ല ഇല്ല മാപ്പില്ല, കരകോജി വീണ ജോർജ്, ഇല്ല ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. വീണ ജോർജ് രാക്ഷസി, മനുഷ്യരക്തം കുടിക്കുന്നവളെ, KSUവിൻ പ്രതിഷേധം, കേരളമാകെ പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ മാളോരെ, ആളെ കൊല്ലും സർക്കാർ, അധികാരികളെ അന്ധന്മാരെ, മൂഢന്മാരെ, ആളെ കൊല്ലും അധികാരികളെ, വീണ ജോർജ് മൂരാച്ചി, നിനക്കിനിയും മാപ്പില്ല, രാജിവെക്കൂ മൂരാച്ചി, പുറത്തു പോകും. ആളുഭരിച്ചു കിടക്കുമ്പോൾ വികസന നേട്ടം ചർച്ച ചെയ്യാം. നാണമുണ്ടോ മാനമുണ്ടോ, അയ്യോ എന്തൊരു മാനക്കേട്, ഇതുപോലൊരു നാറിയ ഭരണം, ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള ജനത കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. വൈ രാജി മാത്രം, വീണ ജോർജ് മൂരാച്ചി, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകരുത്. പ്രതിഷേധം, കേരളമാകെ പ്രതിഷേധം. പാവപ്പെട്ടൊരു സോദരിയെ കൊന്നുതള്ളിയ അധികാരികളെ, നിങ്ങൾക്കിനിയും മാപ്പില്ല, എല്ലാതിനൊക്കെ മാപ്പില്ല. ഇപ്പോൾ സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നു. സൂര്യ, ഈ ഒരു കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ചത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ മന്ത്രി അടക്കമുള്ളവർ ആ ഒരു സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ ആവർത്തിച്ചു പറഞ്ഞതാണ് ഈ ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു കെട്ടിടത്തിനുള്ളിൽ തന്റെ അമ്മ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നടക്കമുള്ള പരാതി മകൾ ഉന്നയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് കെ.എസ്.യുവിന്റെ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷവും ബി.ജെ.പിയും അതിശക്തമാക്കുകയാണ് തങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് തന്നെയാണ്.
മന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ ഔദ്യോഗിക വസതിയിലേക്കും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നും നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KSU പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിക്കുന്നത്. KSU പ്രവർത്തകർ പ്രതികരിക്കുകയാണ്. മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിഷേധക്കാർ ഒരുപോലെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന് മുന്നിലിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അനക്സ് 2 മുന്നിലിരുന്നാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. KSU പ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വെന്റിലേറ്ററിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കൊണ്ടുചെന്നെത്തിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കാതെ ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ഏറെ പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്നും പോരാട്ടങ്ങളുടെ തെരുവീതികളിൽ നിന്ന് ഇന്ന് ഉച്ചക്കടക്കം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ നീറുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഭരണസിര കേന്ദ്രത്തിന് മുന്നിലേക്ക് കടന്നു വന്ന് ക്രൂരമായിട്ടുള്ള ഈ കാക്കിയണിഞ്ഞ പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള ലാത്തി ചാർജിന് വിധേയമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന വിഷയത്തെ തങ്ങളുടെ വിഷയമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അലോഷ്യസ് സേവറെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ പ്രിയപ്പെട്ട അരുൺ രാജേന്ദ്രൻ, പ്രിയപ്പെട്ട യദുകൃഷ്ണൻ MJ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ആദേശ്, പ്രിയപ്പെട്ട കൃഷ്ണകാന്ത്, പ്രിയപ്പെട്ട അരുൺ SK, പ്രിയപ്പെട്ട അനീഷ് ആന്റണി, പ്രിയപ്പെട്ട സച്ചിൻ ടി പ്രദീപ്, ആസിഫ് കൈപ്പമംഗലം ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന KSU കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ KSU കമ്മിറ്റിയുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴും അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുകയാണ്. ഇന്ന് അതിദാരുണമായിട്ടുള്ള ഒരു വിഷയം കോട്ടയത്ത് ഉണ്ടായപ്പോൾ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഒരാളും അപകടത്തിന് ഇരയാക്കിയില്ല എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളാണ് ഇത്തരത്തിലേക്കുള്ള ഒരാളുടെ മരണത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം എത്തിച്ചേർന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി സ്പോൺസർ ചെയ്ത അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ഒരു വാചകമാണ് ആ ഒരു സ്ത്രീയുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇത് സാധാരണ ജനവിഭാഗങ്ങളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ മതിയായ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. മതിയായ മരുന്നുകളില്ല, മതിയായിട്ടുള്ള എക്യുപ്മെന്റ്സുകളില്ല. ആളുകളെ കൊല്ലുന്ന സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, ആളുകളെ കൊല്ലുന്ന മന്ത്രിയായി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് കൈയാളിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ ഞങ്ങൾ സാധിക്കുകയില്ല. ഞങ്ങൾ പ്രതിഷേധത്തിന്റെ അലയൊലികൾ കേരളത്തിൽ തെരുവീതികളിൽ ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകാൻ പോവുകയാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നിരന്തരം കരിങ്കൊടി ഉൾപ്പെടെ കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വൈരവിഹാരം നടത്താൻ KSU അനുവദിക്കില്ല എന്ന് പറയുകയാണ്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നീറുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന്റെ സൂചനയായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് അനക്സിലേക്ക് ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ചായിട്ടുള്ള KSUവിന്റെ രണ്ടാമത്തെ പ്രതിഷേധ മാർച്ചാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത് സമര കോലാഹലങ്ങളുടെ തുടക്കം മാത്രമാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. മിസ്റ്റർ പിണറായി വിജയനോട് ഒരു കാര്യം മാത്രം പറയുന്നു. എല്ലാ തവണയും നിങ്ങൾ പ്രതിരോധത്തിലാകുമ്പോൾ, പ്രതിസന്ധിയിലാകുമ്പോൾ, കേരളത്തിൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റത്തേക്ക് ഓരോ വിഷയങ്ങളുമായി വരുമ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങളെ മറയ്ക്കാൻ വേണ്ടി മറ്റ് പല വിവാദങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്തു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ സഹയാത്രികരെയും സംസ്ഥാന KSU കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഇതൊരു സമര പ്രഖ്യാപനം കൂടിയായി ഞങ്ങൾ മാറ്റുകയാണ്. വീണ ജോർജിനെ അദ്ദേഹത്തിന് രാജിവെക്കുന്നതുവരെ തുടർച്ചയില്ലാത്ത സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ആശംസകൾ. ജയ് KSU. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അലൂഷ്യസ് സേവ്യർ അടക്കമുള്ളവരാണ് ഈ ഒരു